ഒരാശോട് പറയോ? ഇല്ല. ഒരിടത്ത് മരണമാസ് ആക്ഷൻ സൂപ്പർ ഹിറ്റ് ആയിരുന്നുവെങ്കിൽ മറ്റൊരിടത്ത് ഫാമിലി ആക്ഷൻ ഡ്രാമയായിരുന്നു. ഇപ്പോഴിതാ ഒരു ഫുൾ ഫൺ ഫീൽ ഗുഡ് ഐറ്റവുമായി വരികയും ചെയ്യുന്നു. പറഞ്ഞു വരുന്നത് 2025 ലാലേട്ടന്റെ മലയാളം റിലീസുകളെ കുറിച്ചാണ്. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാർന്ന സിനിമകൾ, എന്നാൽ എല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റുകൾ. ഈ വർഷം ബോളിവുഡിൽ റിലീസ് ചെയ്ത എംപുരാനും തുടരും 2 ചിത്രങ്ങളും ബ്ലോക്ക് ബസ്റ്റർ സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഈ 2 സിനിമകൾക്കും ശേഷം മോളിവുഡിന്റെ ബോക്സ് ഓഫീസിൽ പുത്തൻ വിജയഗാഥ രചിക്കുവാൻ ലാലേട്ടൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇക്കുറി അടിമുടി തമാശയും കുസൃതിയും അല്പം പ്രണയവും ഇമോഷൻസും എല്ലാം നിറഞ്ഞ ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് ഹൃദയപൂർവ്വം. ഓണത്തിന് പ്രേക്ഷകരുടെ ഹൃദയങ്ങളെ കീഴടക്കാനായി ഹൃദയപൂർവ്വവുമായി ലാലേട്ടൻ എത്തുകയാണ്. ലാലേട്ടനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം നിർവഹിച്ച ഏറ്റവും പുതിയ ചിത്രമായ ഹൃദയപൂർവ്വത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തെത്തിക്കഴിഞ്ഞു. രസകരമായ നിമിഷങ്ങളാണ് ട്രെയിലറിനെ ഹൃദ്യസ്ഥമാക്കുന്നത്. 1 മിനിറ്റ് 51 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ ആദ്യം മുതൽ അവസാനം വരെ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന നിരവധി മൊമെന്റുകളാണ് നമുക്കായി നൽകിയിരിക്കുന്നത്. മാളവിക മോഹനാണ് ചിത്രത്തിലെ പ്രധാന നായികയെന്ന് ട്രെയിലറിൽ സൂചന നൽകിയിട്ടുണ്ട്. മുഴുനീള വേഷത്തിൽ ലാലേട്ടനൊപ്പം തകർപ്പൻ കൗണ്ടറുകളുമായി സംഗീത് പ്രതാപും ഒപ്പമുണ്ടെന്ന് ട്രെയിലർ ഉറപ്പു നൽകുന്നു. സംഗീതിന്റെയും ലാലേട്ടന്റെയും നിരവധി നർമ്മരംഗങ്ങൾ ചിത്രത്തിലുണ്ടെന്നും ഉറപ്പിക്കാം. കൂടെ അഭിനയിക്കുന്ന നടന്റെ പ്രായമേതായാലും ആ പ്രായത്തിനൊപ്പിച്ച് കൗണ്ടറുകൾക്ക് മറു കൗണ്ടറുകൾ നൽകി അനായാസേന ഇഴുകി അഭിനയിക്കുന്ന ഒന്നൊന്നര നടനെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ലാലേട്ടൻ. അദ്ദേഹം എവിടെ ആർക്കൊപ്പം അഭിനയിച്ചാലും അത് കാണാൻ തന്നെ ഒരു രസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നുറപ്പിക്കാം, സംഗീതിനൊപ്പം ലാലേട്ടന്റെ കോമ്പിനേഷൻ സീനുകൾ ഉറപ്പായും കയ്യടികളും നിരവധി ചിരികളും തിയേറ്ററിൽ നൽകുമെന്നുറപ്പ്. ഒപ്പം സംഗീത, സിദ്ദിഖ്, ബാബുരാജ്, നിഷാൻ, ജനാർദ്ദനൻ തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ബന്ധങ്ങളുടെ മാറ്റുരയ്ക്കുന്ന ഒരു ചിത്രമായിരിക്കും ഹൃദയപൂർവ്വമെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിൽ ലാലേട്ടന്റെ കഥാപാത്രം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് പൂനെയിലെത്തുന്ന അവിവാഹിതനായ 45 വയസ്സുകാരനായ സന്ദീപ്. അദ്ദേഹത്തിന്റെ ഡോണറുടെ മകളുടെ എൻഗേജ്മെന്റിന് പങ്കെടുക്കുവാനാണ് അദ്ദേഹം പൂനെയിലേക്ക് എത്തുന്നത്. ഒരു പഴയ സാഹസികനായ ഒരു കേണലാണ് അദ്ദേഹത്തിന്റെ ഡോണർ. എന്നാൽ ചില പ്രശ്നങ്ങളാൽ ആ നിശ്ചയം മുടങ്ങുകയും അന്ന് തന്നെ സന്ദീപിന് ശാരീരികമായ ചില പരിക്കുകൾ പറ്റുകയും ചെയ്യുന്നതിനാൽ ഡോണറുടെ വീട്ടിൽ തന്നെ തങ്ങേണ്ടിയും വരുന്നു. ശേഷം അവിടെ സംഭവിക്കുന്ന ചില നർമ്മ മുഹൂർത്തങ്ങളും പ്രണയ കഥയും ഒക്കെ ആവാം ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ ചർച്ച ചെയ്യുന്നത് എന്നാണ് സെൻസർ കാർഡിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന ചിത്രത്തിന്റെ കഥയുടെ ഇതിവൃത്തം. എന്തായാലും ഇത് ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ചില മൊമെന്റുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ട്രെയിലറിലും കാണുന്നത്. എന്തായാലും സത്യൻ അന്തിക്കാട് ചിത്രമായതുകൊണ്ട് തന്നെ നർമ്മത്തിനൊപ്പം വികാരഭരിതമായ ഒരു കഥാപരിസരവും ചിത്രത്തിലുണ്ടെന്ന് ഉറപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ ലാലേട്ടന്റെ മികച്ച പെർഫോമൻസും സിനിമയുടെ അവസാന രംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ എഴുതിയ കഥയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നവാഗതനായ സോനു ടി.പി. ആണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഹൃദയപൂർവ്വം ഓഗസ്റ്റ് 28 എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും റിലീസിന് എത്തുകയാണ്. മലയാള സിനിമയുടെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കാവുന്ന മികച്ച സിനിമ തന്നെയായിരിക്കും ഹൃദയപൂർവ്വം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾക്കും റിവ്യൂവിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.